ഇറാൻ അമേരിക്ക രണ്ടാം റൗണ്ട് ആണവ ചർച്ചകൾ നടക്കാനിരിക്കെ ഇന്നലെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതീവ പ്രാധാന്യത്തോടെ ലോകമാധ്യമങ്ങൾ ഉറ്റുനോക്കിയിരുന്നു ട്രംപിന്റെയും നെതന്യാഹുവിന്റെയും കൂടിക്കാഴ്ചയെ. ഇറാനെ ആക്രമിക്കാനടക്കം നിർണായകമായ നീക്കങ്ങൾ ഉണ്ടാകുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം ഉറ്റുനോക്കിയിരുന്ന കൂടിക്കാഴ്ച പക്ഷേ കാര്യമായ അനക്കങ്ങളൊന്നുമില്ലാതെ അവസാനിച്ചു. ഇറാനുമായി ആണവ ചർച്ചകൾ തുടരാൻ തന്നെയാണ് തീരുമാനമെന്നും ഒരു സംഘർഷത്തിലേക്ക് ഉടനില്ല എന്നും ട്രംപ് നെതന്യാഹുവിനെ അറിയിച്ചതായാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാനുമായി യുദ്ധം ചെയ്യുക എന്നത് ഇപ്പോൾ അമേരിക്കയുടെ പദ്ധതിയിൽ ഇല്ല എന്നും ആണവ പരീക്ഷണത്തിലടക്കം അവരുമായി ധാരണയിലെത്താനാണ് ശ്രമമെന്നും ട്രംപ് നെതന്യാഹുവിനോട് വ്യക്തമാക്കിയതിലൂടെ ഇറാന്റെ ആണവ കരാർ മുടക്കുക എന്ന ഇസ്രായേൽ ലക്ഷ്യം കൂടിയാണ് ചീറ്റിപ്പോയത്. ഇറാന്റെ താൽപ്പര്യങ്ങൾ അടിയറ വെക്കില്ല എന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നേരത്തെ വ്യക്തമാക്കുകയും ചെയ്തതാണ്. പല കാരണങ്ങളാൽ അമേരിക്ക ഇറാനുമായി ഒരു യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നാണ് ട്രംപിന്റെ ഈ നിലപാടിലൂടെ വ്യക്തമാകുന്നത്. വൈറ്റ് ഹൗസിലെത്തിയ നെതന്യാഹു ക്യാമറകൾക്ക് മുഖം നൽകാതിരിക്കാൻ പരമാവധി ശ്രമിച്ചിരുന്നു. 3 മണിക്കൂറോളമാണ് ട്രംപും നെതന്യാഹുവും കൂടിക്കാഴ്ച നടത്തിയത്. പക്ഷേ വ്യക്തമായ ഒരു തീരുമാനം ഇറാന്റെ കാര്യത്തിൽ ഉണ്ടായില്ല എന്നു തന്നെയാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണഗതിയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്ക് ശേഷം മാധ്യമങ്ങളെ കാണാറുള്ള ട്രംപ് ഇന്നലെ മാധ്യമ സമ്മേളനവും നടത്തിയില്ല. ട്രൂത്ത് സോഷ്യൽ എന്ന തന്റെ സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിൽ നെതന്യാഹുവിനെ കണ്ടുവെന്നും ചർച്ച നല്ലതായിരുന്നു എന്നുമുള്ള ഒരു അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമാണ് ചെയ്തത്. ആണവ പദ്ധതിക്കപ്പുറം ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഷി കുറയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നെതന്യാഹു ട്രംപിനോട് ആവശ്യപ്പെടുമെന്ന് റിപ്പോർട്ടുണ്ടായിരുന്നു. എന്നാൽ ഇതേക്കുറിച്ചൊന്നും ട്രംപിന്റെ പോസ്റ്റിൽ പരാമർശിക്കുന്നില്ല. ഇറാനിലേക്ക് രണ്ടാമത്തെ കപ്പൽപ്പട അയക്കുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെ തന്നെയാണ് നെതന്യാഹുവിനെ കണ്ട ട്രംപ് സംഘർഷം ആഗ്രഹിക്കുന്നില്ല എന്നും നയതന്ത്ര ചർച്ചകളിലൂടെ ആണവ പദ്ധതി അംഗീകരിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്നും വ്യക്തമാക്കിയത്. പക്ഷേ അതോടൊപ്പം ട്രംപ് മറ്റൊരു മുന്നറിയിപ്പ് കൂടി നൽകുന്നുണ്ട്. ആണവ പദ്ധതികളുമായി ബന്ധപ്പെട്ട് ഇറാൻ ഡീലിന് തയ്യാറായില്ല എങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒത്തുതീർപ്പിന് തയ്യാറാണ് എന്ന് ഇറാനും വ്യക്തമാക്കിയതാണ്. പക്ഷേ ഇറാനുമേൽ ഏർപ്പെടുത്തിയ ഉപരോധം നീക്കണമെന്ന നിബന്ധനയാണ് ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷ സംബന്ധിച്ച ആശങ്ക ഇറാനുമായുള്ള ഒത്തുതീർപ്പ് ചർച്ചയുടെ പശ്ചാത്തലത്തിൽ ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ പങ്കുവച്ചുവെന്നും അമേരിക്കയുമായുള്ള നല്ല ബന്ധം തുടരാൻ തീരുമാനിച്ചു എന്നു മാത്രമാണ് ഇസ്രായേൽ പ്രധാനമന്ത്രിയുടെ ഓഫീസും ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അറിയിച്ചിട്ടുള്ളത്. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരം കുറയ്ക്കാൻ അവരോട് ചർച്ചയിൽ ആവശ്യപ്പെടണം, തയ്യാറായില്ല എങ്കിൽ ആക്രമണം നടത്തണം. ഇതായിരുന്നു നെതന്യാഹു സ്വീകരിച്ച നിലപാട്. എന്നാൽ ചർച്ചയിൽ കാര്യമായ തീരുമാനങ്ങളൊന്നും ഉണ്ടായില്ല എന്നും ആണവ പദ്ധതി സംബന്ധിച്ച ഒത്തുതീർപ്പ് ചർച്ചകൾ ഇറാനുമായി തുടരണമെന്ന നിലപാട് താൻ സ്വീകരിച്ചുവെന്നുമാണ് ട്രംപ് പറയുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയുടെ ഉപദേശകൻ അലി ഷംഖാനി കർക്കശമായി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ബാലിസ്റ്റിക് മിസൈൽ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നയതന്ത്രത്തിനും ഒത്തുതീർപ്പിനും ഇറാൻ വഴങ്ങില്ല എന്നാണ് അവരുടെ നിലപാട്. അഥവാ അമേരിക്കയും ഇറാനും രണ്ടാം ഘട്ട ചർച്ച നടന്നാലും ഈ ഒരു പോയിന്റിൽ ചർച്ച വഴിമുട്ടുമെന്ന് സാരം. കഴിഞ്ഞയാഴ്ച ചർച്ച നടന്നപ്പോഴും മിസൈൽ ശേഷിയെക്കുറിച്ചുള്ള ചർച്ചയിലാണ് വഴിമുട്ടിയത്. ആണവ പദ്ധതിയിൽ ഒത്തുതീർപ്പ് സംബന്ധിച്ച ചർച്ചയാകാമെന്നാണ് അന്നും ഇറാൻ സ്വീകരിച്ച നിലപാട്. എന്നാൽ അതുപോരാ, ബാലിസ്റ്റിക് മിസൈൽ സംബന്ധിച്ചും ചർച്ച വേണമെന്ന് അമേരിക്ക ശാഠ്യം പിടിച്ചു. ഇതോടെയാണ് 1ാം റൗണ്ട് ചർച്ചകൾ വഴിമുട്ടിയത്. കരാറിലെത്താനായില്ലെങ്കിൽ ഇറാനെതിരെ ആക്രമണം നടത്തുമെന്ന് ട്രംപ് നേരത്തെ ഭീഷണി മുഴക്കിയിരുന്നു. ഇറാനിലേക്ക് 2ാം കപ്പൽപ്പട അയക്കുമെന്ന് ഇന്നലെയും ട്രംപ് ഭീഷണി മുഴക്കി. ഇറാനെ ആക്രമിച്ചാൽ പ്രതികാരമായി പശ്ചിമേഷ്യയിലെ US താവളങ്ങൾ ബോംബിടുമെന്ന് ഇറാന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. വാക്പോരിനപ്പുറം സംഘർഷത്തിലേക്ക് നീങ്ങുന്ന ഒന്നും ഇതുവരെ സംഭവിച്ചിട്ടില്ല. ഇറാനെ ലക്ഷ്യമാക്കി അമേരിക്ക അയച്ച അർമാഡയെ ഉന്നമിട്ടെത്തിയ ഒരു ഇറാനിയൻ ഡ്രോൺ അമേരിക്ക വെടിവെച്ചിട്ടതൊഴിച്ചാൽ ഇതുവരെ ഇരു കൂട്ടരും ഒരു സംഘർഷത്തിലേക്ക് നീങ്ങിയിട്ടില്ല. ഇറാന് ആണവായുധങ്ങൾ മാത്രമല്ല മിസൈലുകളും അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചാണ് ട്രംപ് ഒരു യുദ്ധക്കപ്പൽ കൂടി പശ്ചിമേഷ്യയിലേക്ക് അയക്കുകയാണ് എന്ന് ഇന്നലെ അറിയിച്ചത്. എന്നാൽ ഇതിന് പിന്നാലെ നടന്ന നെതന്യാഹുവുമായുള്ള ചർച്ചയിൽ ആണവ പദ്ധതി സംബന്ധിച്ച് ചർച്ച തുടരാനാണ് തൻ്റെ തീരുമാനമെന്ന് നെതന്യാഹുവിനെ ട്രംപ് അറിയിക്കുകയും ചെയ്തു. ഇറാനുമായി ആണവ കരാർ മാത്രമല്ല ബാലിസ്റ്റിക് മിസൈലുകളും വിലക്കണമെന്നും ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള വിഭാഗങ്ങൾക്ക് പിന്തുണയും അനുവദിക്കരുത് എന്നും ഇസ്രായേൽ ആവശ്യപ്പെടുന്നുണ്ട്.
കഴിഞ്ഞ ജൂണിൽ ഇസ്രയേലും അമേരിക്കയും സംയുക്തമായി ഇറാനെ ആക്രമിച്ചതാണ്. 1000-ഓളം പേർ കൊല്ലപ്പെട്ട ആ യുദ്ധത്തിന്റെ കെടുതികൾ ഇപ്പോഴും ഇറാനെ വിട്ടുപോയിട്ടില്ല. സമാനമായി അന്നത്തെ ഇറാന്റെ ആക്രമണത്തിന്റെ ശക്തി ഇസ്രയേലിനും അമേരിക്കയ്ക്കും ബോധ്യപ്പെട്ടതുമാണ്. അതുകൊണ്ടാണ് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ശേഖരത്തെ ലക്ഷ്യമിട്ട് അമേരിക്കയും ഇസ്രയേലും ഇങ്ങനെയുള്ള നീക്കങ്ങൾ നടത്തുന്നത്. അന്ന് ഇസ്രയേലിനെ സഹായിച്ച അമേരിക്ക ഇറാൻ ആണവ കേന്ദ്രങ്ങളിൽ ബോംബിട്ടിരുന്നു. പകരം ഇറാൻ ചെയ്തത് അമേരിക്കയുടെ ഖത്തറിലുള്ള അൽ ഉദൈദ് വ്യോമത്താവളം ആക്രമിക്കുകയാണ്. അതോടൊപ്പം ഇറാനെ ലക്ഷ്യമാക്കിയ 500-ഓളം മിസൈലുകളും ഡ്രോണുകളും അയച്ചിരുന്നു. ഈ മിസൈലുകളുടെ 1/3 പോലും തടുക്കാൻ അന്ന് ഇസ്രയേലിന് സാധിച്ചില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ മിസൈൽ ശേഷി കുറയ്ക്കാതെ ഇറാനെ ആക്രമിക്കുന്നത് ബുദ്ധിയല്ല എന്ന് അമേരിക്കയും ഇസ്രയേലും കരുതുന്നുണ്ട്.